ഇറ്റ്സ് മീ യുവർ പാഷനേറ്റ് ഡാൻസർ അമൃതാംബിക. സോ ഞങ്ങൾ ഇന്നൊരു കുക്കിംഗ് വീഡിയോയിലേക്കാണ് പോകുന്നത് ഗൈസ്. അപ്പോൾ കുക്കിംഗ് വീഡിയോ എന്ന് പറയുമ്പോൾ ഇന്നത്തെ ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് നമ്മുടെ താറാവ് ഇറച്ചിയാണ്. സോ താറാവ് ഇറച്ചിയായിട്ട് നമ്മൾ എന്തൊക്കെ ഡിഷസ് വയ്ക്കുന്നത്? ഒന്ന് ചില്ലി റോസ്റ്റ്, സ്പെഷ്യൽ ആയിട്ടൊരു മപ്പാസ്, താറാവ് മപ്പാസ് കൂടെയാണ്. സോ ഇത് രണ്ടിലേക്കാണ് നമ്മുടെ ഗ്രീൻ. അതെ, വേദ പറഞ്ഞു എരിവൊന്നും വേണ്ട. അപ്പൊ എരിവ് വേണ്ടാത്തവർക്ക് എങ്ങനെ ഒരു താറാവ് കറി വെക്കാം, താറാവ് മപ്പാസ് എല്ലാവർക്കും അറിയായിരിക്കും. അപ്പൊ നമ്മുടേതായ രീതിയാണ് ഒന്ന് കാണാം. അപ്പം നമുക്ക് ലെറ്റ്സ് സ്റ്റാർട്ട് അവർ വ്ലോഗ്. കുറച്ച് മല്ലിപ്പൊടി, നമ്മൾ നേരത്തെ ഇറച്ചി, കുറച്ചുകൂടെ വേണം. ഈ താറാവായതുകൊണ്ട് ഒരുപാട് വേവ് വേണ്ടി, താറാവിന് നല്ല വേവുണ്ട്, ഒരുപാട് വേവണം. അപ്പൊ അത് നമ്മള് വിചാരിക്കുന്ന പോലത്തെ കിട്ടത്തില്ല, നല്ല വേവുണ്ട്. നന്നായിട്ട് വേവിട്ട് ഈ വേവുന്ന സമയത്തിന് പിന്നെ ഈ ഉള്ളിയും ഇതെല്ലാം കൂടെ ഈ കുക്കറിലോട്ടൊന്ന് വേവിച്ച് അതിനകത്ത് ചേർക്കണം. ഇതെന്തിനാ? ഇതതിനെ ചേർക്കാൻ ചുവന്നുള്ളി, പപ്പാസിന് പോകാൻ ചുവന്നുള്ളി, സവാളക്കായും നല്ലത് ചുവന്നുള്ളിയാണ്. അപ്പോൾ ചുവന്നുള്ളി അങ്ങോട്ടിട്ട് ശകലം നല്ല മുളക് പൊടിയും ചേർത്ത് അങ്ങോട്ട് വേവിച്ചാൽ ഇവനെ അങ്ങോട്ട് എടുത്ത് ചേർക്കാം. തേങ്ങാപ്പാൽ ഒഴിക്കും. നല്ല മുളക് എന്ന് പറയുമ്പോൾ കുരുമുളക് പൊടി ശകല കൂടത്തി ഇച്ചിരി കോൺഫ്ലവർ ചേർക്കും. കോൺഫ്ലവർ ഇതാ കണ്ട നമ്മളെ കറി മസാല, പെരിഞ്ജീരകം പൊടി ഇതാ കണ്ട പെരിഞ്ജീരക പൊടി. അത് എത്ര ഇടണം? അത് വലിയ സ്പൂണിനാണെങ്കിൽ 1/2 സ്പൂൺ ഇട്ടാൽ മതി. ഇത് നമ്മൾ കുഞ്ഞിത് ഞാനത് നമ്മുടെ മണത്തിനനുസരിച്ച് കുറച്ച് കൂടുതൽ വേണ്ട, കുറച്ച് വേണ്ട. ഇത് സ്പെഷ്യൽ മസാല, മസാലയാണ്, വീട്ടിൽ പൊടിച്ച് വെച്ചിരിക്കുന്ന മസാലയാണ്. ഇതിലെന്തൊക്കെയുണ്ട്? ഇതിൽ ഒരുപാട് സാധനങ്ങളുണ്ട്. പെരിഞ്ജീരകം, കറുവപ്പട്ട, ഏലക്ക, മല്ലി, പിന്നെ മുളക്, പിന്നെ 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 പിന്നെന്തുവാ ഇതിൻ്റെ എന്തതിൻ്റെ പേര്, വേറൊരു സ്ഥലത്ത് ഇതുണ്ട്, കശകശക്ക് എല്ലാം കൂടെ ചേർത്ത് വറുത്ത് പൊടിച്ച് വച്ചിരിക്കുന്ന ഇത്. ഗ്രാമ്പൂ, അങ്ങനെ എല്ലാം കൂടെ ചേർത്ത് മസാലകൾ ഉൾപ്പെട്ട ജാതിപത്രി ഇതെല്ലാം കൂടെ ചേർത്ത് പൊടിച്ച് വെച്ചിരിക്കുക. അപ്പോൾ അത് ഇച്ചിരി ഇട്ടിട്ട് അവന് എന്നിട്ട് അത് വെന്ത് കഴിയുമ്പോൾ അപ്പോൾ തേങ്ങാപ്പാൽ ചേർത്ത് വയ്ക്കണം. തേങ്ങാപ്പാൽ ഒഴിക്കുക, തേങ്ങാപ്പാൽ ഉപ്പ് കുറവായിരുന്നല്ലേ? ഇത്തിരി കൂടെ ഉപ്പ് ഒഴിച്ച് കണ്ട ഇപ്പൊ ഒരു കളർ മാറുന്നുണ്ട്, പച്ച കളറ്. ഇത് നമ്മൾ നേരത്തെ വേവിക്കാൻ വെച്ച ഈ ഉള്ളി അതിനകത്തോട്ട് ചേർത്ത് ഇടയ്ക്കൊന്ന് ഉപ്പ് നോക്കണം കേട്ടോ, നിങ്ങൾ ചെയ്യുന്നവർ. താറാവേണ്ട ഉപ്പ് പിടിക്കണ്ടേ? പിന്നെ തിളച്ചാൽ മതിയോ? നന്നായിട്ട് കളർ ഉണ്ടാവും. മീറ്റ് മസാല, അല്പം മീറ്റ് മസാല.
നെമ്മീൻ ഫിഷിന് ഇങ്ങനെ വെക്കാറുണ്ട് കേട്ടോ. നെമ്മീൻ കറി നമ്മൾ സ്റ്റൂ എന്ന് പറയല്ലേ, ആക്ച്വലി ഇത് സ്റ്റൂ ആണെന്ന് പറയാം, പക്ഷെ സ്റ്റൂ അല്ല, കറക്റ്റ് സ്റ്റൂ അല്ല. സ്റ്റൂവിലേക്കാൾ വ്യത്യസ്തമാണ്, കുറച്ച് എരിയൊക്കെ ഉണ്ട്. സ്റ്റൂ എന്ന് പറയാൻ ഒട്ടും എരി ഉണ്ടാവില്ല, ഒരു ഒട്ടും എരി ഇല്ലാത്ത ഒരു കറിയാണ് സ്റ്റൂ. എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരു കാര്യമാണ് സ്റ്റൂ. എനിക്ക് കുറച്ച് എരിയും കാര്യങ്ങളൊക്കെ വേണം ഗൈസ്. ഇതൊക്കെയാണ് നമ്മുടെ ഈ ഒരു റെസിപ്പീസ് എന്ന് പറയുന്നത്. അപ്പൊ മപ്പാസും നമ്മുടെ നോർമൽ റോസ്റ്റ്, ഉപ്പ് നോക്കാം. അടിപൊളി കറിയാണ് കേട്ടോ. നമ്മുടെ ഞാൻ പറയല്ല, സ്റ്റൂ അല്ല, സ്റ്റൂ പോലെ നല്ല ഈ പറഞ്ഞ ഒട്ടും എരിവില്ലാത്തൊരു കറിയല്ല. ഒരു ചില്ലി, അതാണ് പറയുന്നത്, ചില്ലി മപ്പാസ് എന്ന് വേണമെങ്കിൽ പറയാം. കുറച്ച് പെപ്പർ ചില്ലി എരിവൊക്കെ വെക്കുമ്പോൾ കിടിലൻ കറിയാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് വീട്ടിലെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെതായ പ്രത്യേകത ഉണ്ടാവും. അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ റോസ്റ്റ് പുറകെ വരുന്നതായിരിക്കും. അതിൻ്റെത് പാർട്ട് 2-ലാണ്, എല്ലാം കൂടി ഈ ഒരു വീഡിയോയിൽ കാണിക്കാൻ പറ്റില്ല. സോ അപ്പം ഇതിന്റെ ഒരു മെയിൻ എന്ന് പറയുന്നത് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന്റെ കൂടെ ആയിരിക്കും ഇത് കൂടുതലും എനിക്കിഷ്ടം സ്യൂട്ട്. പക്ഷെ എന്റെ മൈ ഫേവറേറ്റ് കറി എന്ന് പറയുന്ന റോസ്റ്റ് ആണ്. അത് പാർട്ട് 2-ലുണ്ടാവും. സോ ഗൈസ്, അപ്പം അടുത്ത വീഡിയോയിലേക്ക് കാണാം. അടുത്ത വീഡിയോ ഇപ്പൊ തന്നെ ഉണ്ടാവും.